അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വയനാട് ട്രിപ്പാണ്, ഒരു മോം ഡോട്ടർ ക്യാമ്പാണ്. ട്രാവലോങ് പറഞ്ഞ ടീമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും അന്താക്ഷരി കളിയിലാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തി. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മീൽസാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വന്ന് നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട് എത്തി. മേപ്പാടിയിലാണ് നമ്മൾ റിസോർട്ട് വരുന്നത്. അപ്പോൾ വയനാടിൻ്റെ തേയിലത്തോട്ടവും ഒക്കെ ഭംഗി ആസ്വദിക്കുകയാണ്. റിസോർട്ടിലേക്കുള്ള റൂട്ടാണിത്. ഈ റിസോർട്ട് കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് ഈ ട്രാവലർ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഒരു ജീപ്പിലാണ് പോകുന്നത്, ട്രക്ക് ചെയ്തിട്ട്. അങ്ങനെ റിസോർട്ട് എത്തി. 3 ജീപ്പുകളിലായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ റിസോർട്ടും ഒക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു ഞങ്ങൾ. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ലൈഡ് പാർക്ക് പോലെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ഷട്ടിൽ കോട്ട് ഉണ്ട്. പ്രിയമോളും ഷാബാസൊക്കെ കളിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. കുട്ടികൾ പിന്നെ കളിക്കാൻ തുടങ്ങി. അവർക്ക് പിന്നെ പാർക്ക് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. സഫ അപ്പോൾ ഇതാണ് റിസോർട്ട്, ലെവലർ റിസോർട്ട്, മേപ്പാടിയിലാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ റൂംസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഏസും കൂടിയിട്ട് ഇവിടെ താഴത്തെ റൂമുകളൊക്കെ ഒന്ന് കാണാൻ പോയി. അവിടെ അത്യാവശ്യം നല്ല നല്ല റൂംസ് തന്നെയായിരുന്നു. ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ. കിഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ഇവർ. ഇനി ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടുന്ന് ബാൽക്കണി വ്യൂ ആണ് പുറത്തേക്ക്. അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ടൊന്ന് സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു സ്പോട്ടിൽ പോയി. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അവിടേക്ക്. അപ്പോൾ എല്ലാവരും കൂടി റെഡിയായി നിൽക്കായിരുന്നു. ഈ വ്യൂ പോയിന്റ് നേരെ കാണുന്നത് നമ്മൾ വയനാട് ഉരുൾപൊട്ടലുണ്ടായ ആ സ്ഥലമാണ്, ചൂരൽമല. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് വന്ന് കുട്ടികളൊക്കെ പൂളിലിറക്കി. അവരൊക്കെ ഭയങ്കര ഹാപ്പി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളും അത്യാവശ്യം നേരം സ്പെൻഡ് ചെയ്ത് പൂളിൽ അത്യാവശ്യം കളിച്ച് പിന്നെ ഫ്രഷായി. ലൈറ്റ്സൊക്കെ വന്നപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നൈസും ഇങ്ങനെ നോക്കിയിരിക്കുകയാണത്. പിന്നെ കുറച്ച് തണുപ്പുണ്ട്. ചെറുതായിട്ട് മഴച്ചാറിൽ വന്നപ്പോൾ ഞാനും എയ്സും ഹീറോയും കൂടിയിട്ട് എൻ്റെ റൂമിലേക്ക് പോന്നു. ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും പൂളിൽ തന്നെയാണ്. അവർ ഭയങ്കര കളിയിലാണ്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇടക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് നിന്നിട്ടാണ്, അപ്പുറത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ട് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഉമ്മമാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത്. കാരണം ഭയങ്കരമായിട്ട് അവരെ ഇതിൽ തന്നെ കാണാം നമുക്ക്. വളരെ സന്തോഷം. അതന്നെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഗെയിംസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുറേ നേരത്തെ ബോൾ എക്സ്ചേഞ്ചിൽ ഞാൻ ഔട്ടായി ലാസ്റ്റ്. അങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു, ലൈറ്റ്സൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.